പ്ലസ് എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഐ എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ A+ നഷ്ടമാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ A+ പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ബിഹൈൻഡ് സെൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആ ഐയുടെ ഏരിയയിൽ നിന്ന് നമുക്ക് മിക്കവാറും 4 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയൊക്കെ സിംഗിൾ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവാറുണ്ട്. അത് മാത്രമല്ല, ആ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ മെജോറിറ്റി പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാണ്. അപ്പോൾ ഈ ഒരു കണ്ണിൻ്റെ ഒരു പോർഷൻ നിങ്ങൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ A+ പിന്നെ ചിന്തിക്കേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മുടെ കണ്ണ് എന്ന് പറയുന്ന ഐ എന്ന് പറയുന്ന പോർഷൻ ഫുള്ളായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് നമ്മുടെ ഐ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനെ വരയ്ക്കാനാണ്. അത് വരയ്ക്കാനും അത് ലേബൽ ചെയ്യാനും അതിൻ്റെ ഫങ്ഷൻസും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാം, നമ്മുടെ കണ്ണിന് എന്താണ്, നമ്മുടെ ഐ ബോൾ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് ഒരു ബോളാണ്. ഇത് നമ്മുടെ ഐ സോക്കറ്റിൻ്റെ അകത്താണുള്ളത്. അപ്പം ഈ ഒരു ബോൾ ഷേപ്പിലുള്ള സാധനത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഉള്ള കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്ലീറ എന്ന് പറയുന്നത്. സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം എന്ന് പറയും. ഇതിന് ആക്ച്വലി ഒരു കവറിംഗ് അല്ല, 3 ലെയേഴ്സ് ഓഫ് കവറിംഗ് ആണ്. ആൻഡ് നമ്മുടെ ഈ സ്ക്ലീറയാണ് നമ്മുടെ കണ്ണിന് എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊട്ടക്ഷൻ പോലെ കൊടുക്കുന്നത്, ഒരു എക്സ്റ്റേണൽ ലെയർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് നിറയെ ബ്ലഡ് വെസൽസ് ഒക്കെ ഉള്ള ലെയർ ഉണ്ട്. മുൻപ് ഐറ്റംസ് ഒന്ന് വരയ്ക്കട്ടെ. അപ്പോൾ ഈ സ്ക്ലീറയുടെ തന്നെ ഇങ്ങനെ മുന്നിലേക്ക് ഉന്തി നിൽക്കുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർണിയ എന്ന് പറയുന്നത്. ഈ കോർണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആണ്, അതായത് സുതാര്യമാണ്, ലൈറ്റ് കടന്നു പോകാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ കൂടിയാണ് നമ്മുടെ കോർണിയ. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ലെയറാണ്, നിറയെ ബ്ലഡ് വെസൽസ് ഒക്കെ ഉള്ള ലെയറാണ് നമ്മളുടെ എന്ത് പറയുന്നത്, കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം എന്ന് പറയും. കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം. ഈ കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലത്തിന് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു സീലിയറി ബോഡി ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ സീലിയറി മസിൽസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഇവിടെ എന്ത് ഫോം ചെയ്യും, സീലിയറി മസിൽസ് ഫോം ചെയ്യുന്നുണ്ട്. സീലിയറി മസിൽസ്. ഈ സീലിയറി മസിൽസിൽ നിന്ന് ഒരു സ്ട്രക്ചർ, ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പോലത്തെ ഒരു സാധനം, ഒരു കളേർഡ് ആയിട്ടുള്ള സാധനം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ പറയും ഐറിസ് എന്ന് പറയും. ഈ ഐറിസിന് വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഐറിസിൻ്റെ അകത്തുള്ള 2 സ്പെഷ്യലൈസ്ഡ് മസിൽസ് ആണ് നമ്മുടെ കണ്ണിൽ ഒത്തിരി ലൈറ്റ് കടക്കാതെ നമ്മുടെ പ്യൂപ്പിളിൻ്റെ സൈസ് വലുതാക്കുന്നതും ചെറുതാക്കുന്നതും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് പ്യൂപ്പിൾ? ഐറിസിൻ്റെ നടുവിലുള്ള ഈ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈറ്റ് ഉള്ളിലേക്ക് കടക്കുന്നത് പ്യൂപ്പിളിലൂടെയാണ്. അപ്പോൾ ഈ പ്യൂപ്പിളിൻ്റെ വലുപ്പം നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും പറ്റും. അത് ചെയ്യുന്നത് ഐറിസിൻ്റെ അകത്തുള്ള 2 സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മസിൽസ് ആണ്, സർക്കുലർ മസിൽസും റേഡിയൽ മസിൽസും. ഓക്കെ, അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റിലിരിക്കുന്ന സമയത്ത്, ഓക്കെ, ബ്രൈറ്റ് ലൈറ്റിലിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിളിൻ്റെ സൈസ് ഇങ്ങനെ ചെറുതായിരിക്കും. ഡിം ലൈറ്റിലിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിളിൻ്റെ സൈസ് ഇങ്ങനെ ഇതാണെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് എന്തായിരിക്കും, ഇതുപോലെ വലുതായിരിക്കും. അപ്പോൾ ഇതെന്താണ്, ഇത് നമ്മളെ ബ്രൈറ്റ് ലൈറ്റിലാണ്. ബ്രൈറ്റ് ലൈറ്റിൽ പ്യൂപ്പിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ചെറുതായിരിക്കും. ഇതാണെങ്കിലോ ഡിം ലൈറ്റാണ്. ഡിം ലൈറ്റിലാണെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് എന്താണ്, വലുതാണ്. ഇതിന് കാരണം ഡിം ലൈറ്റിലിരിക്കുന്ന സമയത്ത് ആര് കോൺട്രാക്ട് ചെയ്യും, നമ്മുടെ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. റേഡിയൽ മസിൽസ് കോൺട്രാക്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ റേഡിയൽ മസിൽസ് ഉണ്ട്. ഈ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്യൂപ്പിളിൻ്റെ സൈസ് നമുക്ക് വലുതായിട്ട് കാണുന്നത്. ആൻഡ് ബ്രൈറ്റിലിരിക്കുന്ന സമയത്ത് സർക്കുലാർ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുക. സർക്കുലാർ മസിൽസ് കോൺട്രാക്ട്. അങ്ങനെ സർക്കുലാർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മുടെ പ്യൂപ്പിളിൻ്റെ സൈസ് ചെറുതാകും. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കണ്ണിലേക്ക് വരുന്ന അമിതമായിട്ടുള്ള ലൈറ്റിൻ്റെ എൻട്രി തടയുന്നുണ്ട്. ഇനി സീലിയറി മസിൽസിൽ നിന്ന് ഇവിടെ നമുക്ക് എന്തുണ്ട്, ലിഗമെൻസ് ഉണ്ട്. ലിഗമെൻസ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയും സ്നായുക്കൾ. ഓക്കെ, ഈ സ്നായുക്കളാണ്, ഇതിൻ്റെ കളർ ഒരു സുഖമില്ലല്ലോ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇതെന്താണ് കഥ. ഇതാണ് നമ്മുടെ ലിഗമെൻസ് അല്ലെങ്കിൽ സ്നായുക്കൾ. അപ്പോൾ ഈ ലിഗമെൻസ് അല്ലെങ്കിൽ സ്നായുക്കളാണ് നമ്മുടെ ലെൻസിനെ ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ലെൻസിനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ സീലിയറി മസിൽസിൽ നിന്ന് വരുന്ന ലിഗമെൻസ് ആണ്. ആൻഡ് ഇവർക്കും ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഈ സീലിയറി മസിൽസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചർ നമുക്കിങ്ങനെ കൂട്ടാനും ലെൻസിൻ്റെ കർവേച്ചർ ഇങ്ങനെ കുറയ്ക്കാനും പറ്റും.
ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പം ലെൻസിൻ്റെ കർവേച്ചർ കൂടും, കർവേച്ചർ ഇൻക്രീസസ്. എന്തിനാണ് ഇങ്ങനെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കറക്റ്റ് റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യാനാണ്. ആൻഡ് ഒരു ദൂരെയുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോഴോ, ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് ലെൻസിൻ്റെ കർവേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കർവ് കുറവാണ് അല്ലേ, കർവേച്ചർ ഡിക്രീസ് ചെയ്യും, വക്രത കുറവാണ്. അപ്പോൾ എന്താണ്, ദൂരെയുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കറക്റ്റായിട്ട് നമ്മുടെ റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്നത് ലെൻസ് ഒറ്റയ്ക്കല്ല, ലെൻസിനെ ഇങ്ങനെ ആക്കി മാറ്റുന്നത് ആരാണ്? ഒന്ന് നമ്മുടെ സീലിയറി മസിൽസ് ആണ്. രണ്ടാമത്തത് ഈ സീലിയറി മസിൽസിൽ നിന്ന് വരുന്ന ലിഗമെൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റിനെ കാണുന്ന ദൂരെയുള്ള വസ്തുവിനെ കാണുന്ന സമയത്ത് നമ്മുടെ ലിഗമെൻസ് എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ചെയ്യുന്നു, ലിഗമെൻസ് വലിയുന്നു. ഒരാൾ വലിയുന്ന സമയത്ത് മറ്റേയാൾ റിലാക്സ് ചെയ്യും, അതായത് സീലിയറി മസിൽസ് അപ്പോൾ എന്ത് ചെയ്യും? സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യും. അപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് എഴുതാം. ഇവിടെയും അതേപോലെ തന്നെ ആരുണ്ട്? നമ്മുടെ ലിഗമെൻസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സീലിയറി മസിൽസ് ഉണ്ട്. അപ്പോൾ ഒരു അടുത്തുള്ള വസ്തുവിനെ കാണുന്ന സമയത്ത് സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും, ലിഗമെൻസോ റിലാക്സ് ചെയ്യും. ഈ രീതിയിൽ നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് അടുത്തുള്ള വസ്തുവിനെയും ദൂരെയുള്ള വസ്തുവിൻ്റെയും ഇമേജ് കറക്റ്റായിട്ട് നമ്മുടെ റെറ്റിനയിൽ ഫോം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതാണ് ഇവരുടെ ഫങ്ഷൻസ്. ഇനി നമുക്ക് അടുത്ത ആൾക്കാരെ നോക്കാം. അതാണ് നമ്മുടെ റെറ്റിന. അപ്പോൾ റെറ്റിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ഉള്ളിലത്തെ ലെയറാണ് റെറ്റിന. ഈ റെറ്റിനയിലാണ് എന്ത് കാണുന്നത്? നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ്, പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നത്. അതിൽ തന്നെ റെറ്റിനയിൽ ഈ ഒരു സ്പോട്ടിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണുന്ന ഒരു ഭാഗമാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീത ബിന്ദു എന്ന് പറയാം. ഇവിടെ ഇമേജ് ഫോം ചെയ്താലാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ആൻഡ് വേറൊരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ ഒട്ടും തന്നെ എന്തില്ല? നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ല. ഈ പോയിന്റിനെയാണ് നമ്മൾ പറയുക ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു. അപ്പോൾ ഇവിടെ ഇമേജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നിന്നാണ് എന്ത് വരുന്നത്? ഇവിടെ നിന്നാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ്. നമ്മുടെ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഒപ്റ്റിക് നെർവ്, നേത്രനാഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്, നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണ്. പിന്നെ നമ്മുടെ ലെൻസിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്, ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ട്രാൻസ്പാരൻ്റ് ആണ്, കോൺവെക്സ് ലെൻസാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഫോം ചെയ്യുക. സ്മോൾ റിയൽ പക്ഷേ തലകുത്തനെയുള്ള ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഫോം ചെയ്യുക. ഇനി നമ്മുടെ രണ്ട് ചേംബേഴ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതിലൊരു ചേംബറാണ് നമ്മുടെ ലെൻസിൻ്റെയും റെറ്റിനയുടെയും ഇടയിലുള്ള ചേംബർ. അപ്പോൾ ലെൻസിൻ്റെയും റെറ്റിനയുടെയും ഇടയിലുള്ള, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും ഉള്ളിലത്തെ ലെയർ നമ്മുടെ റെറ്റിനയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലെൻസിൻ്റെയും റെറ്റിനേൻ്റെയും ഇടയിലുള്ള ഈ ഒരു ചേംബറാണ് വിട്രിയസ് ചേംബർ. ഈ വിട്രിയസ് ചേംബറിൻ്റെ ഉള്ളിൽ ഒരു ജെല്ല് പോലത്തെ ഫ്ലൂയിഡാണ് നമ്മുടെ ലെൻസിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ചേംബറാണ്, ഇത് കളർ കൊടുക്കാം, ഇത് കൊടുക്കാം അല്ലേ, നമ്മുടെ കോർണിയയുടെയും അതേപോലെ തന്നെ ലെൻസിൻ്റെയും ഇടയിൽ. കോർണിയയുടെയും ലെൻസിൻ്റെയും ഇടയിലുള്ള ചേംബർ. കോർണിയയുടെയും ലെൻസിൻ്റെയും ഇടയിലുള്ള ഈ ചേംബറിനെയാണ് നമ്മൾ പറയുക അക്വസ് ചേംബർ. ഇവിടെയുള്ളത് വെള്ളം പോലത്തെ ഒരു ഫ്ലൂയിഡാണ്. വാട്ടറി ലൈക്ക് ഫ്ലൂയിഡാണ്. നമ്മുടെ ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് തിരികെ ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ്ഡ് ആവുന്ന ഫ്ലൂയിഡാണ്. നമ്മുടെ സീലിയറി മസിൽസിനും അതേപോലെ തന്നെ ലെൻസിനും ഒക്കെ ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു അക്വസ് ചേംബറിലുള്ള അക്വസ് ഫ്ലൂയിഡാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എൻ്റെ മക്കളെ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇനി ലാസ്റ്റ് ഒരാളെ കൂടി പറയുകയാണ്, നമ്മുടെ റെറ്റിന. ഇപ്പോൾ റെറ്റിന നമ്മൾ പറഞ്ഞില്ലേ, റെറ്റിനേൻ്റെ അകത്താണ് എന്തുള്ളത്? നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ളതെന്ന് മിസ് പറഞ്ഞു. ഫോട്ടോ റിസെപ്റ്റേഴ്സ്. അപ്പോൾ ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സ് മാത്രമുള്ള ലെയർ അല്ല റെറ്റിന. ആക്ച്വലി റെറ്റിനേനെ മിസ് ഇങ്ങനെ കുറച്ചുകൂടി കട്ടിയാക്കി വരയ്ക്കുകയാണെങ്കിൽ, ഇതാണ് റെറ്റിന എങ്കിൽ ഇതിലൊരു ഭാഗം നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെറ്റിനയ്ക്ക് മെയിനായിട്ട് 3 ലെയേഴ്സാണ്. അത്
ഏറ്റവും ഉള്ളിലായിട്ടാണ് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് വരുന്നത്. ഏറ്റവും ഉള്ളിലായിട്ട് ഫോട്ടോ റിസെപ്റ്റേഴ്സിൻ്റെ ലെയർ. ഓക്കെ, അതിൻ്റെ മുകളിലായിട്ട്, അതായത് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ബൈപോളാർ ലെയർ. ഓക്കെ, ബൈപോളാർ ന്യൂറോൺസ് ഒക്കെ ഉള്ള ലെയർ. അതിൻ്റെയും ഉള്ളിലായിട്ട് നമ്മുടെ ഗാംഗ്ലിയോൺ ലെയർ. ഗാംഗ്ലിയോൺ ലെയർ. ഇങ്ങനെ 3 ലെയേഴ്സാണുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ള ലെയർ. ഇവിടെയാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ആൻഡ് ഇതാണ് നമ്മുടെ ബൈപോളാർ ലെയർ. ബൈപോളാർ ലെയർ. ആൻഡ് ഇതാണ് നമ്മളുടെ ഗാംഗ്ലിയോൺ ലെയർ. ഗാംഗ്ലിയോൺ ലെയർ. ഇങ്ങനെ 3 ലെയേഴ്സാണ്. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ വന്ന് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ലൈറ്റിന് ആരാ റിസീവ് ചെയ്യുക? ഫോട്ടോ റിസെപ്റ്റേഴ്സ്. അപ്പോൾ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അത് നമുക്ക് 2 ടൈപ്പാണുള്ളത്. ലൈറ്റ് നേരെ വരുന്നു, നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ എത്തുന്നു. ഫോട്ടോ റിസെപ്റ്റേഴ്സ് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, കോൺ സെല്ലും റോഡ് സെല്ലും. കോൺ സെല്ലും റോഡ് സെല്ലും. കോൺ കോശവും റോഡ് കോശവും. അതിൽ കോൺ സെല്ലിലുള്ള പിഗ്മെൻ്റ് ആണ് ഫോട്ടോപ്സിൻ. റോഡ് സെല്ലിലുള്ള പിഗ്മെൻ്റ് ആണ് റോഡോപ്സിൻ. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും റെറ്റിനാൽ എന്ന് പറയുന്ന വൈറ്റമിൻ എയിൽ നിന്നുള്ള ഒരു കോമ്പൗണ്ടും വെച്ചിട്ടാണ്. അപ്പം ഈ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ നമ്മുടെ കോൺ സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ് ലൈറ്റിൽ വിഷൻ തരിക, ബ്രൈറ്റ് ലൈറ്റ് വിഷൻ, അതേപോലെ തന്നെ കളർ വിഷൻ തരിക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ. ആൻഡ് ഇതിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കോൺ ഷേപ്പാണ്. അപ്പോൾ കോൺ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ കോൺ സെൽ എന്ന് പറയുന്നത്. റോഡ് സെല്ലിൻ്റെ ഷേപ്പ് എന്താണ്? ഇങ്ങനെ റോഡ് ഷേപ്പാണ്. റോഡ് ഷേപ്പ്. ഓക്കെ, ആൻഡ് ഇതെന്തിനാണ്? നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ, അതേപോലെ തന്നെ ഡിം ലൈറ്റ് വിഷൻ. നമുക്ക് ഡിം ലൈറ്റ് വിഷൻ തരുന്നത് ആരാണ്? നമ്മുടെ റോഡ് സെല്ലാണ്. ഇതും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ലൈറ്റ് വന്നിട്ട് ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാക്കും? ഇമ്പൾസസ് ഉണ്ടാക്കും. ഈ ഇമ്പൾസ് നേരെ ആർക്ക് കൊടുക്കും? നമ്മുടേതാ ഇമ്പൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്പൾസ് നമ്മുടെ ബൈപോളാർ ലെയറിന് കൊടുക്കും. ബൈപോളാർ ലെയർ അത് ആർക്ക് കൊടുക്കും? ഗാംഗ്ലിയോൺ ലെയറിന് കൊടുക്കും. ഗാംഗ്ലിയോൺ ലെയറിൽ നിന്ന് നേരെ നമ്മുടെ ഒപ്റ്റിക് നെർവിലേക്ക് ഇമ്പൾസ് പോകും. ഒപ്റ്റിക് നെർവ് അത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഇമേജ് ഫോം ചെയ്യും. സോ ലൈറ്റ് വരുന്നു, ലൈറ്റ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ലെയറിലാണ് ആദ്യം പോവുക. അവിടെ നിന്ന് ഇമ്പൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്പൾസ് ഇങ്ങനെ റിവേഴ്സ്ലി ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഒപ്റ്റിക് നെർവിൽ എത്തുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും കവർ ചെയ്തിട്ടുണ്ടാവും. എവിടെ നിന്നൊക്കെ തുടങ്ങിയിട്ട് ഐയുടെ ഡയഗ്രാം ഒരു ക്വസ്റ്റ്യനാണ്, പിന്നെ ലൈറ്റിൻ്റെ എൻട്രി എങ്ങനെയാണ് ഐറിസ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്, പിന്നെ നമ്മളുടെ എന്താണ് അടുത്തുള്ള ഒബ്ജക്റ്റിനെയും ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യനാണ്, പിന്നെ ഈ റോഡ് സെല്ലും കോൺ സെല്ലും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാനുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എൻ്റെ കുട്ടികളെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു പിക്ചർ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇവിടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ മിസ് ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെല്ലോ സ്പോട്ടിൻ്റെ മറ്റൊരു പേരാണ് മാക്യുല. ഇത് നോട്ട് ചെയ്ത് വെക്കണേ. ഇനി ഇതാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഇൻഫോർമേഷനും കൊടുത്തിട്ടുണ്ട്. ഇതും അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പോൾ സ്ക്ലീറയുടെ ഫംഗ്ഷൻ എന്താ? നല്ല ഫേംനെസ് കൊടുക്കുക, ദൃഢത കൊടുക്കുക, അതുപോലെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. കൊറോയിഡ് ആണെങ്കിലോ മിഡിൽ ലെയറാണ്. ഓക്സിജനും ന്യൂട്രിയൻസും ഇന്നർ ലെയേഴ്സ് ആയിട്ടുള്ള റെറ്റിനയ്ക്ക് കൊടുക്കുക, പ്രഷർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ റെറ്റിനയുടെ ഫംഗ്ഷൻ എന്താ? ഫോട്ടോ റിസെപ്റ്റേഴ്സ് അവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇമേജ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇനി സ്ക്ലീറയുടെ ഭാഗമാണ് കോർണിയ. കോർണിയ എന്താണ്? ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ആൻറ്റീരിയർ പാർട്ടാണ്. ലൈറ്റിന് ഉള്ളിലേക്ക് കടക്കാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ ചോദിക്കുക കേട്ടോ. ലൈറ്റിന് ഉള്ളിലേക്ക് കടക്കാൻ സഹായിക്കുന്നത് കോർണിയാണ്. ഇനി നമ്മുടെ കൊറോയിഡിൻ്റെ ഭാഗമാണ് സീലിയറി മസിൽ, ഐറിസ്, കോൺവെക്സ്. അതിൽ സീലിയറി മസിലിൻ്റെ ഫംഗ്ഷൻ എന്താ? കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്തുള്ള ഒബ്ജക്റ്റിനെയും ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും കാണുമ്പോൾ കർവ്, ലെൻസിൻ്റെ കർവിൽ മാറ്റം വരുത്തുക. ഐറിസ് ആണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് മസിൽസ് ഉണ്ട്. പക്ഷെ പറഞ്ഞു സർക്കുലാർ മസിൽസും റേഡിയൽ മസിൽസും. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്?
സൈസ് ഓഫ് പ്യൂപ്പിളിൽ മാറ്റം വരുത്തുന്നുണ്ട് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച്. അതേപോലെ തന്നെ മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കളർ കൊടുക്കാനുള്ള കാരണം. ആൻഡ് മെലാനിൻ ഗിവ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് കളർ ആസ് വെൽ ആസ് അബ്സോർബ് അൾട്രാ വയലറ്റ് റേറ്റ്. അൾട്രാ വയലറ്റ് റേസിനെ അൾട്രാ വയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്നുണ്ട്, കളർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ആ ഒരു പ്രകാശത്തിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. 3 ഫംഗ്ഷൻസ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ കോൺവെക്സ് ലെൻസ് സ്മോൾ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ റെറ്റിനയിൽ ലെയേഴ്സ് ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട്? റോഡ് സെൽസും അതേപോലെ തന്നെ നമുക്ക് കോൺ സെൽസും ഉണ്ട്. റോഡ് സെൽസ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡും ഡിം ലൈറ്റിലും വിഷൻ തരും. കോൺ സെൽസ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റൻസ് ലൈറ്റും കളർ വിഷനും നമുക്ക് തരും. പിന്നെ ബൈപോളാർ ലെയേഴ്സ് എന്താ ചെയ്യുക? ഇമ്പൾസസ് ഗാംഗ്ലിയോൺ ലെയറിലേക്ക് പാസ് ചെയ്യും. ഗാംഗ്ലിയോൺ സെൽസ് അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ബൈപോളാർ സെൽസിൽ നിന്ന് ഇമ്പൾസിന് വാങ്ങിയിട്ട് ഒപ്റ്റിക് നെർവിന് കൊടുക്കുന്നു. വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ, ഇതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിപ്പം മിസ് പറഞ്ഞതിന് ഒരു 5 ക്വസ്റ്റ്യൻസ് പറഞ്ഞു, അതിലൊരു 2 or 3 ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അപ്പോൾ എന്തായാലും ഈ ടോപ്പിക്കും ഈ ഭാഗങ്ങളും കവർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.